നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരി തന്ത്രി. നമ്മൾ മനുഷ്യരെ 3 ഗണങ്ങളായി തരംതിരിക്കുന്നു: മനുഷ്യൻ, ദേവൻ, അസുരൻ. ഈ 3 ഗണങ്ങൾക്കും കൂടി 27 നക്ഷത്രത്തെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങൾക്ക് സദാ വിജയവും ധനാഗമനവും അത്യുന്നതിയും ഉള്ള ചില നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രഫലം നമ്മൾക്ക് ലഭിക്കുവാൻ കൃത്യമായി വേണ്ടുന്ന പരിഹാരാദികളും വേണ്ടുന്ന വിധിപ്രകാരം ഉള്ള പ്രാർത്ഥനകളും അവനവൻ്റെ ആചാരവിധിപ്രകാരം ചെയ്തു കൊണ്ടുപോകുന്ന ചില വ്യക്തികൾക്ക് മാത്രമേ ആ കൃത്യമായ നക്ഷത്രഫലം ലഭിക്കുകയുള്ളൂ. ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾക്ക് എത്ര പേർക്കറിയാം? നമ്മൾ അത് അറിയാൻ ശ്രമിക്കുന്നും ഇല്ല. അതാണ് പ്രധാന കാരണം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 27 നക്ഷത്രത്തിൽ വളരെയേറെ ഗുണഫലങ്ങൾ ചെയ്യുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. അത് പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മകയിരം, തിരുവാതിര, പുണർദം, വിശാഖം, അനിഴം, തൃക്കേട്ട, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങളാണ് ശരിക്കും പൂർണ്ണമായി വിജയം കണ്ടെത്തുന്ന നക്ഷത്രങ്ങൾ. നമ്മൾ അറിയാതെ പോകുന്നതോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിതം മുമ്പോട്ട് പോകൂ എന്ന് ചിന്തിക്കുന്നതോ ആണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മളുടെ നക്ഷത്രങ്ങൾ പൂർണ്ണമായി വിശകലനം ചെയ്ത് അതിൻ്റെ ന്യൂനതകളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ നക്ഷത്രങ്ങൾക്ക് കൃത്യമായ ഫലം ആ നക്ഷത്രം ഉള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നത്. വിദ്യാകാരകം, ധനകാരകം, മാനസികകാരകം, മംഗല്യകാരകം, കുടുംബകാരകം, ധനാഗമനം, വസ്തു, വാഹനം ഇതെല്ലാം അതിൽപ്പെടുന്നു. നമ്മൾ പലരും പറയാറുണ്ട്, അയാളുടെ നക്ഷത്രം നമ്മൾക്കറിയത്തില്ല, അയാൾക്ക് ഭയങ്കര ഉയർച്ചയും ഉന്നതിയുമാണ്. ഇതിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കും ആ വ്യക്തിയുള്ളത്. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജാതകം വിശകലനം ചെയ്യുകയും അതോടൊപ്പം വേണ്ടുന്ന പരിഹാരങ്ങളും ചെയ്ത് ക്ഷേത്ര ദർശനങ്ങളായാലും അവനവൻ്റെ മതാചാര വിധിപ്രകാരമുള്ള ഏത് കാര്യമായാലും ചെയ്ത് മുമ്പോട്ട് പോകും. ആ വ്യക്തിക്ക് മാത്രം കൃത്യമായ ഫലങ്ങൾ ലഭിക്കും. ഇപ്പം നിസ്സാരമായി നമ്മൾ കാണുന്ന ഓരോ പുൽച്ചെടിയും ചിലപ്പോൾ ആ വ്യക്തിയുടെ ദോഷപരിഹാരത്തിനുള്ള വസ്തുവായി മാറും. അങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി നിങ്ങളുടെ നക്ഷത്രം വിശകലനം ചെയ്ത് ഫലം എപ്രകാരം ലഭിക്കും എന്ന് കണ്ടറിഞ്ഞു വെക്കുക. അതിനുശേഷം വേണ്ടുന്ന പരിഹാരാദികൾ കൃത്യമായി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ ഉത്തമ ഫലങ്ങൾ തന്നെ ലഭിക്കും. അപ്പം എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.